ജീസസ് ഒരു പക്ക ജ്യൂ ആണ്, പക്ക 110%. പഴയ നിയമം, ഹീബ്രു ബൈബിൾ അല്ലാതെ യാതൊരു കാര്യവും ജീസസ് ഒരു കഥാപാത്രം എന്ന നിലയിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സർക്കംസിഷനെ കാര്യം ഒരു കാര്യം ഞാൻ പറയും. സർക്കംസിഷൻ ഇപ്പോൾ മോസസ് സർക്കംസിഷൻ നടത്താത്തതുകൊണ്ടാണ് ദൈവം ചാടി വീണ് മോസസിനെ കൊല്ലാൻ ഒരുങ്ങുന്നത്. ജീസസ് സർക്കംസിഷൻ നടത്തിയെന്ന് ലൂക്കിൻ്റെ നേറ്റിവിറ്റി കഥയിലുണ്ട് അല്ലേ? 8-ാം ദിവസം കൊണ്ടുവന്ന് അഗ്രചർമ്മം ക്ഷേത്രത്തിൽ വെച്ച്, ദേവാലയത്തിൽ വെച്ച് കട്ട് ചെയ്തെന്ന് പറഞ്ഞു. എന്നിട്ട് ആ മോസസിനെയും കൊണ്ടാണ് പിന്നെ വീണ്ടും കഴുതപ്പുറത്ത് 150 കിലോമീറ്റർ യാത്ര ചെയ്ത് നസ്രത്തിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ കഥയിൽ ചോദ്യം പാടില്ല. പക്ഷേ ക്രിസ്ത്യാനികൾ ഇന്ന് അഗ്രചർമ്മം ഛേദിക്കാറില്ലല്ലോ. അമേരിക്കയിലൊക്കെ ചില മൂവ്മെൻ്റൊക്കെ കേൾക്കുന്നുണ്ട്, അവർ കൂടുതൽ ചെയ്യും, മറ്റേ HIV റീസൺ അത് ഇതൊക്കെ പറയാറുണ്ട്. പക്ഷേ പൊതുവിൽ ക്രിസ്ത്യാനികൾ, ഇവിടെയുള്ള ക്രിസ്ത്യാനികളൊന്നും ചെയ്യാറില്ല. ക്രിസ്ത്യാനികൾക്ക് അഗ്രചർമ്മം ഛേദിക്കേണ്ട എന്നുള്ള നിയമം ആര് കൊണ്ടുവന്നു? ആരാണോ ആ മതം ഉണ്ടാക്കി അവനാ കൊണ്ടുവന്നത്. അതാണ് പോൾ. പോൾ എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടായിരുന്നില്ലെങ്കിൽ ക്രിസ്ത്യാനി ആവണമെങ്കിൽ അക്ഷരാർത്ഥത്തിൽ ജൂതനായേ പറ്റൂ. രണ്ടുപേര് പീറ്ററുമായിട്ടുള്ള ഞാനൊരു ഉടക്കിനെക്കുറിച്ച് കഴിഞ്ഞ പരിപാടിയിൽ ഞാൻ പറഞ്ഞു. അവിടെ ഈ ജെൻഡൈൽസിനെ അല്ലെ പുറംജാതിക്കാരെ, അന്യജാതിക്കാരെ എങ്ങനെയാണ് ക്രിസ്തു മതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിനകത്ത് ജൂതന്മാരുടേതായിട്ടുള്ള ആഹാര രീതികൾ, ഭക്ഷണ രീതികൾ, അതുപോലെ തന്നെ സർക്കംസിഷൻ, ഇതൊന്നും ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ക്രിസ്ത്യാനി ആകാം എന്നുള്ള ഒരു വാദമാണ് പോൾ മുന്നോട്ട് വെക്കുന്നത്. പോള് പീറ്ററുമായിട്ട് ഉടക്കുന്നുണ്ട്. പോള് ജെയിംസ്, ജീസസിൻ്റെ സഹോദരൻ എന്ന് പറയപ്പെടുന്ന ഒരു ഡിസൈപ്പിളും അല്ലെങ്കിൽ ഒരു സഹോദരൻ, അതൊക്കെ വ്യക്തതയൊന്നുമില്ല, പക്ഷേ ജെയിംസുമായിട്ട് ഉടക്കുന്നുണ്ട്. ജെറുസലേം ചർച്ചിൻ്റെ അധിപനായിട്ട് ഇരിക്കുകയാണ് അദ്ദേഹവുമായിട്ട് ഉടക്കുന്നുണ്ട്. ഇതാണ് ഒരു പ്രശ്നം. സർക്കംസിഷൻ, അതുപോലെ തന്നെ ഡയറ്ററി ഹാബിറ്റ്സ്, അതേപോലെയുള്ള കാര്യങ്ങൾ പുറത്തുനിന്ന് വരുന്ന മനുഷ്യർ ചെയ്യണമെന്നുള്ളതാണ്. പോൾ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. ലെറ്റർ ടു ഗലേഷ്യൻസ് ഉണ്ട് പോളിൻ്റെ. അതിനകത്ത് സർക്കംസൈസ് ചെയ്ത് മാത്രമേ ജൂതനാകാൻ കഴിയൂ അല്ലെങ്കിൽ യേശുവിൻ്റെ മതക്കാരനാവാൻ കഴിയൂ എന്ന് പറയുന്ന ഗലേഷ്യൻസിനെ ഫൂൾസ് എന്നാണ്, സ്റ്റുപ്പിഡ് പീപ്പിൾ എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. ഈ പീറ്ററിനെ ഹിപ്പോക്രറ്റ് എന്ന് വിളിക്കുന്നുണ്ട്. ഇതിന് വേണ്ടി അവസാനം പീറ്ററും ജെയിംസും എല്ലാം വഴങ്ങുകയാണ്. പോൾ എന്ന് പറയുന്നൊരു മനുഷ്യൻ ക്രിസ്ത്യാനിറ്റി ഉണ്ടാക്കുകയാണ്. ഇത് പോളിൻ്റെ മതമാണ്. ക്രിസ്തു ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ്. ക്രിസ്തുവിൻ്റെ മതമാണെങ്കിൽ സർക്കംസിഷൻ വേണ്ടി വരും. ക്രിസ്തു ചെയ്തിട്ടുണ്ട്, ക്രിസ്തുവിൻ്റെ എല്ലാ ആളുകളും യൂതന്മാരും ചെയ്തിട്ടുണ്ട്. ഇത് ദൈവമായിട്ടുള്ള കരാറാണ്. ആ കരാറ് ലംഘിച്ചുകൊണ്ട് ഞാൻ പിതാവിൽ നിന്നാണ് വരുന്നത്, പിതാവ് പറയാതെ ഒന്നും ഞാൻ ചെയ്യാറില്ല, പിതാവ് 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 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ ഒരാൾക്ക് ഈ കവനൻ്റ് ഒരിക്കലും പാലിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പക്ഷെ പോളിനത് പ്രശ്നമല്ല. അതിനെയാണ് പോളിനെ ക്രിസ്തു മതത്തിൻ്റെ സ്ഥാപകനായിട്ടും പിതാവായിട്ടും എല്ലാവരും വിളിക്കുന്നത്. പക്ഷേ അത് ക്രിസ്ത്യാനികൾ സമ്മതിക്കില്ല. അവർ നമ്മളെ കടിച്ചിടാൻ വരും. സത്യം എപ്പോഴും അങ്ങനെയാണ്. ഓക്കെ.